കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് തന്നെ സ്കൂളുകൾ തുറന്നിട്ട് തന്നെ നമുക്കറിയാം 5 ദിവസത്തിലേറെയായി എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം അറിയാം. മഴ വീണ്ടും കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ 26 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു കാര്യം, ഏതാണ്ട് ഗവൺമെൻറ് ഒരു പകുതി ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പത്രസമ്മേളനം വളരെ വിശദമായി നമ്മൾ കൃത്യമായി വരികൾക്കിടയിലൂടെ വായിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. കാരണം നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റൂം ഫോർ റിവർ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല പിണറായി സർക്കാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ഏതെങ്കിലും റൂമുകളെടുത്ത് അവിടെ വെള്ളം അടച്ചു വെക്കുന്ന ഒരു പദ്ധതിയല്ല. പകരം നമുക്ക് നിലവിൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി സൂക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കുഴികൾ കുഴിക്കുകയും അത് റൂം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ 2018 ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കുളങ്ങളും തോടുകളും അതുപോലെ കനാലുകളും ഒക്കെ തന്നെ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ്. ഇത്തവണ അങ്ങനെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളത് പഴകുളം മധുവിൻ്റെയും അബിൻ വർക്കിയുടെയൊക്കെ വാചകങ്ങളിൽ പോലും ഉള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പഴകുളം മധു അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പല കാര്യങ്ങളിലും പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി കൂടി പറഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഡാമുകളിലെ മണൽ മാറ്റും, അതുപോലെ നദികളിലൊക്കെ മണൽ മാറ്റും, ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ തുടങ്ങിയതിന് നല്ലത്. ഡാമുകളിലെ മണൽ പതുക്കെ മാറ്റിയാൽ മതി. കാരണം ഇപ്പോൾ ഏതാണ്ട് 45-50% മാത്രമേ ഡാമുകളിൽ വെള്ളം വന്നിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വലിയ മഴ കൂടി ഉണ്ടാവുകയും ഡാമുകൾ കൂടി നിറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ മണൽ മാറ്റാത്തത് പോലും വലിയ പ്രശ്നമായാനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് 90ഓളം പല ചെറിയ ഡാമുകളുമൊക്കെ തന്നെ തുറക്കുകയും അതുവഴി 90ഓളം തവണ വെള്ളം പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പരിഹാരമായി മാറിയിട്ടുള്ളത്. ചെറിയ ഡാമുകളൊക്കെ തന്നെ ഏതാണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വലിയ ഡാമുകളിലാണെങ്കിൽ വലിയ കപ്പാസിറ്റിയുള്ള ഡാമുകളിലൊക്കെ തന്നെ ഒരു 50% ഇപ്പോഴും വെള്ളം വന്നിട്ടുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 10,000 രൂപ വെള്ളം കയറിയവർക്ക് കൊടുക്കും എന്നുള്ളത് പറഞ്ഞു. വെള്ളം കയറിയവർക്ക് കൊടുക്കുമ്പോൾ വെള്ളം കയറി എന്ന് പറഞ്ഞ് 10,000 രൂപ മേടിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ക്യാമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരണ്ട, ക്യാമ്പിലേക്ക് വന്നാലും ഇല്ലെങ്കിലും വില്ലേജ് ഓഫീസറും ഓഫീസർമാരും ഒക്കെ വെള്ളം കയറി എന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിൽ വെള്ളം കയറിയതിൻ്റെ 10,000 രൂപ കിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നഷ്ടപ്പെട്ടു പോയ കടകൾ നാശമായി പോയവർക്ക് 10,000 രൂപ കൊടുക്കാൻ, അത് ഇതേവരെ ഇല്ലാത്തൊരു പദ്ധതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 10,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ, ഒരു കാർഡിലെ ഒരാൾക്ക് 2 പേർക്ക് വീതം 300 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞതാണ്. ഇത്തവണ വ്യക്തത വരുത്തിയൊരു കാര്യം, 13,500 രൂപയാണ് ഒരു ഹെക്ടർ കൃഷിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 25% എന്ന് പറഞ്ഞൊരു 4,000 രൂപ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4,000-4,500 രൂപ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റിലീഫ് ക്യാമ്പുകൾ, അതിൻ്റെ നമ്പർ ഏതാണ്ട് ഇരട്ടിയായിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തവണ 209 റിലീഫ് ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 462 കൂടിയിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ തവണ 11,000-ലധികം ആളുകളാണ് തിങ്കളാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞിരുന്നതെങ്കിൽ അത് 27,048 പേരായി റിലീഫ് ക്യാമ്പുകളിൽ എത്തിയ ആളുകളുടെ നമ്പർ കൂടിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് 3 ജില്ലകളിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 10-15 ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ 157 എണ്ണമുണ്ട്. കോട്ടയത്ത് 154 എണ്ണമുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ 81 എണ്ണമുണ്ട്. ആലപ്പുഴയിലുള്ള നമ്പറിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതലാകാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഇന്ത്യക്ക് തന്നെ മാതൃകയാകുമെന്ന ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമെന്നും അത് കാലാവസ്ഥയൊക്കെ പ്രവചിക്കാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ ശ്രമിച്ചാലും നടന്നാലും വളരെ നല്ല കാര്യമാണ് എന്നുള്ളത് തന്നെ പറഞ്ഞോട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത് 2018 മുതലുള്ള
ചെളിയും മണലും ഒക്കെ അവിടെ തന്നെ കിടക്കുകയാണെന്നാണ്. തെറ്റാണ്. 2018 കഴിഞ്ഞതിന് ശേഷം 2019, 20, 21 ഒക്കെ തന്നെ ഇത്തരത്തിൽ ചെളിയും മണലും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് കാര്യക്ഷമമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് മഴക്കാല പൂർവ്വ ശുചീകരണം ഗവൺമെൻറ്റുകൾ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി അതിഗംഭീരമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോന്നി MLA ആയിട്ടുള്ള KU ജനീഷ് കുമാർ, അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി ചെന്നിട്ടുള്ള ചില യോഗങ്ങളിലേക്ക് വിളിച്ചില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിനും അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത് MLA മാരെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അതേ ശ്വാസം വിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചില MLA മാർ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വരുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ അറിഞ്ഞു വരുന്ന ചില MLA മാർ വന്നെങ്കിൽ ബാക്കിയുള്ള MLA മാരെ കൂടി അറിയിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആ ജില്ലയിൽ നിന്നുള്ള പത്തനംതിട്ടയിൽ നിന്നുള്ള ഏക പ്രതിപക്ഷ MLA ആണ് KU ജനീഷ് കുമാർ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടു. അത് മുഖ്യമന്ത്രിയെ വിമർശിച്ചതുകൊണ്ടാണ് എന്നെ മണ്ഡലത്തിലെ പ്രോഗ്രാമിന് പോലും, അതായത് MLA ആയിട്ട് പോലും എന്നെ ഈ ജില്ലയിലെ യോഗത്തിന് പോലും വിളിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പതിവ് പോലെ തന്നെ ഉഴപ്പി മറുപടി പറയാതെ, കൃത്യമായ മറുപടി പറയാതെ അങ്ങോട്ട് വിട്ടേക്കാണ് ചെയ്തത്. കാരണം MLA മാരെ വിളിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതൊരു പ്രതിപക്ഷത്തെ MLA അല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാം. പക്ഷേ അടുത്തത് എന്ന് പറയുന്നത് ഭരണപക്ഷത്ത് നിന്നുള്ളൊരു MLA-യുടെ വിമർശനങ്ങളാണ്. ആ വിമർശനം എന്ന് പറയുന്നത് റജി ചെറിയാനാണ്. റജി ചെറിയാനെ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം വളരെ സമ്പന്നനായിട്ടുള്ള MLA ആണ്, വലിയ വ്യവസായ പ്രമുഖനാണ്. പണം കൊടുത്ത് സീറ്റ് മേടിച്ചതാണെന്ന് പറയുന്ന ആരോപണമുള്ള ഒരാളാണ് കുട്ടനാട്ടിൽ. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൻ്റെ MLA ആണ്, റമദാൻ റിസോർട്ട്സിൻ്റെയൊക്കെ ഓണറാണ് ആലപ്പുഴയിൽ. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വലിയ അഭിപ്രായം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ റവന്യൂ മന്ത്രിയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യം പറയാനല്ല, മണ്ഡലത്തിലെ കാര്യം പറയാനാണ്. അത്ര വലിയ പ്രതിസന്ധിയിലാണ്. കുട്ടനാട്ടിൽ വെള്ളം കയറാത്ത ഒരു വീട് പോലുമില്ല. വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ കയ്യിലെടുത്ത് നിന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേരെ അവർ മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ പോയേക്കാണ്. അവരുടെ വീടിൽ ആകെ തകർന്നിരിക്കുന്നു. കുട്ടനാട് ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കുട്ടനാട് ആ ഭാഗത്തൊക്കെ തന്നെ ആളുകളിൽ ചില ചേട്ടന്മാരൊക്കെ നിന്ന് കുളിക്കുന്നതടക്കം നമുക്ക് കാണാമായിരുന്നു. കാരണം എല്ലാ വീടുകളിലും തന്നെ വലിയ വെള്ളമാണ്. ആ വെള്ളം ഉപയോഗിച്ചാണ്, അവർക്ക് വേറെ കുടിക്കാനുള്ള വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് കുടിക്കേണ്ടി വരുന്നത് എന്നുമൊക്കെ ചില ആളുകൾ പറയുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കഷ്ടം പിടിച്ച അവസ്ഥയിലാണ് കുട്ടനാട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൊക്കെ തന്നെ അത് 750 കോടി രൂപ മുടക്കി പണിതേയുള്ളൂ ആ റോഡ് പണിയുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ മുമ്പിലൂടെ മിക്കപ്പോഴും വെള്ളം വരുന്നതാണ്. ആ വെള്ളം വരുന്നത് കണ്ടിട്ട് ഒരു KSRTC ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വിദേശി, അദ്ദേഹം ചാടിയിറങ്ങി നീന്തിയത് മനോരമയുടെ ആദ്യത്തെ പേജിൽ വന്നത് നേരത്തെയുള്ള വർഷങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇത്തവണയും വെള്ളം കയറിയിരിക്കുന്നു. ആ റോഡുകളിൽ മുഴുവൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവിടെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റജി ചെറിയാൻ പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന ഇവരെ വിളിച്ചു, അതായത് ഈ മുഖ്യമന്ത്രിയെയും അതുപോലെ റവന്യൂ മന്ത്രിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാണ്. റവന്യൂ മന്ത്രി ഇപ്പോൾ പരാതി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, ഉടൻ തന്നെ കുട്ടനാട്ടിലേക്ക് എത്താം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ക്യാബിനറ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പക്ഷേ എത്തിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോഴും പുറകിലാണ് എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ മുതലപ്പുഴയിൽ നിന്നൊക്കെ ചില ആളുകളെ കാണാതായിട്ട് 5-6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 6 ദിവസം കഴിഞ്ഞിട്ട് പോലും കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള ആളുകൾ കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവർ പോവുകയും അന്താരാഷ്ട്ര കപ്പൽചാലിലേക്ക് അടുത്തേക്ക് എത്തി. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചിലർക്ക് കടൽ ചൊഴുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ, ഞങ്ങൾ തിരയാം എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അന്താരാഷ്ട്ര കപ്പൽചാലാണ്, അതുകൊണ്ട് അതിർത്തി ലംഘിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലും ആളുകൾ മരണപ്പെടുമ്പോൾ നമുക്ക് അത്ര സ്ട്രിക്റ്റായി ലോസൊക്കെ പാലിക്കാൻ വേണ്ടി നോക്കണോ, അതോ ആളുകൾ കടലിനടിയിൽ ഇപ്പോൾ ആളുകളെ അന്വേഷിക്കുന്നതൊക്കെ തന്നെ വലിയ പ്രശ്നമായി മാറുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങളുണ്ടായി. ചോദ്യങ്ങളോട് അദ്ദേഹം അക്ഷമനായി പ്രതികരിക്കുന്നത് കണ്ടു. അത് പുനർജനിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ കൂടി അദ്ദേഹം വലിയ തിരുത്തൽ വരുത്തിയിരിക്കുന്നു. ആ തിരുത്തൽ വരുത്തിയത് അദ്ദേഹം കഴിഞ്ഞ തവണ ഇൻവെസ്റ്റർക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ എടുത്തു പോയി ഇൻവെസ്റ്ററെ കണ്ടത്.
അവർ വിജയനെയൊക്കെ കണ്ടിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ കേരളം കൂടി അതിനുവേണ്ടി ശ്രമിക്കുകയാണ്, തമിഴ്നാട് ശ്രമിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ കേരളത്തിന് നഷ്ടമാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി കണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്ന് തന്നെ നമ്മളൊക്കെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഡിന്നർ മീറ്റ് അറേഞ്ച് ചെയ്യുകയും ആ ഡിന്നറിനുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് അർജൻറ്റായിട്ട് പോകണം, അതുകൊണ്ട് താങ്കളൊന്ന് പെട്ടെന്ന് വരൂ എന്ന് പറയാൻ മാത്രം കെൽപ്പുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും വഴങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനം അതിനേക്കാൾ വലുതാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പറയുന്നത് ചെറുതായിട്ട് അതിൽ നിന്ന് മാറി അദ്ദേഹം പറയുന്നത് കൊച്ചിയിൽ എന്തായാലും പോയപ്പോൾ അവരെ കൂടി കണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് നുണ എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ആദ്യത്തെ 2-3 ദിവസങ്ങളിലായിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് സിസ്റ്റം കുറച്ചുകൂടി പതുക്കെങ്കിലും ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അത് മുഴുവനായിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഗവൺമെൻറ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് പറയുന്നത്. കൃത്യമായ നടപടികൾ എടുക്കാൻ ഗവൺമെൻറ്റിന് ഏതാണ്ട് ഒരു 50% കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ഇപ്പോഴും വലിയ പരുങ്ങലിലാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു.